ഒരാളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് എന്താ? ഇതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവുമോ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോ ആളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു വ്യക്തിയാണ്. അത് ആ ഫോട്ടോസിനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് മോർഫ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കച്ചവടം ചെയ്യുന്നു. ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നതിന് 1000 രൂപ 2000 രൂപ എന്നുള്ള രീതിയിൽ മോർഫ് ചെയ്ത ഫോട്ടോസും വീഡിയോസ് എന്നുള്ള രീതിയിലേക്ക് അത് കൊടുത്തിട്ട് അതിന് പണം വാങ്ങുന്ന. അതിനുശേഷം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ആളുടെ ലാപ്ടോപ്പിൽ നിന്നും കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ചെറിയ കുട്ടികളടക്കം 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അടക്കമുള്ള ഫോട്ടോസിനെ മോർഫ് ചെയ്തിട്ടുള്ളൊരു സംഭവം. അങ്ങനെ പിടിക്കുന്ന ഒരാൾക്ക് എന്ത് ശിക്ഷ വരെ മാക്സിമം ലഭിക്കാം? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന പണിഷ്മെന്റുകളാണ്. ഓൺലൈൻ ബാങ്കിങ് തട്ടിപ്പ്, ഇവരുടെ ഫോൺ ഫുൾ ആക്സസ് ചെയ്ത് അവരുടെ അമ്മയുടെയോ പെങ്ങളുടെയോ ഫോട്ടോസ് എടുക്കുക, മോർഫ് ചെയ്യുക, അവരുടെ ഫാമിലി എന്താ പറയുക സേവ് ചെയ്ത നമ്പേഴ്സിലോട്ടൊക്കെ ഇതിലോട്ടൊക്കെ അയക്കും എന്നുള്ള രീതിയിലോട്ട് നല്ല രീതിയിൽ ഭീഷണി വരുന്നുണ്ട്. പോലീസുകാരെ കേസെടുത്ത് അത് കൺസേൺഡ് ജൂറിസ്ഡിക്ഷൻ പോലീസ് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും അവരുടെ ഡ്യൂട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ പോകേണ്ട ഈ 1930 എന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതാണോ? ഇത് ചെയ്യാം, പക്ഷെ അന്വേഷണത്തിന് നമ്മൾ സ്റ്റേഷനിൽ പോകണം. 125 രൂപ മുതൽ 30,000 40,000 ടോട്ടൽ 12 ലക്ഷം വരെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കേസ് എനിക്കറിയാം. എവിടെയാണ് സത്യം പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ അനാസ്ഥ ഉണ്ടായാൽ ഒരു സാധാരണക്കാരൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എവിടെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്? എന്ത് സംഭവിച്ചാലും അത് ഹോസ്പിറ്റലിന്റെ അനാസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല.